നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജെസൽ ഒപ്റ്റിക്കൽസ്. ജെസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം. നമസ്കാരം. അപ്പൊ നമ്മള് ചാനലിൽ സ്ഥാനാർത്ഥിയോടൊപ്പം എന്നുള്ള ഒരു പരിപാടിയുണ്ട്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് UDFന്റെ സ്ഥാനാർത്ഥിയെ റോസ്മേരി വിൽസനെ കാണാനായിട്ട് വന്നത്. ഇതിപ്പോ പേര് വെളിയെന്ന് തന്നെയാണെങ്കിലും നമ്പർ മാറ്റം വന്നു. നമ്പർ 76ആയി. നേരത്തെ 27ആയിരുന്നു, ഇപ്പൊ നമ്പർ 76ആയി. ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായല്ലോ. എന്താണ് വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം? നല്ല പ്രതികരണം. ഒന്നാമത് കഴിഞ്ഞ ഭരണത്തിനോടുള്ള അവജ്ഞ, സ്ത്രീകളോടുള്ള അവരുടെ സമീപനമൊക്കെ വളരെ മോശം. പിന്നെ കുടിവെള്ളം, കാണ പ്രശ്നങ്ങള്, ഒത്തിരിയേറെ പ്രശ്നങ്ങൾ ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പോ നമ്മൾ ചെല്ലുമ്പോൾ വളരെ സന്തോഷത്തോടെയാണ് സ്വീകരിക്കുന്നത്. ഈ പ്രാവശ്യം എന്തായാലും UDF ഭരണം വരണം, നമ്മൾ ജയിക്കണം എന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതികരണം. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ 10 വർഷം, അതായത് തുടർച്ചയായിട്ട്, അതായത് അതിനു മുമ്പ് LDF ആയിരുന്നു, കഴിഞ്ഞ തവണയും LDF ആയിരുന്നു. അപ്പൊ തുടർച്ചയായിട്ട് നമുക്ക് അതിനു മുമ്പിലത്തെ കാര്യങ്ങൾ നോക്കണ്ട, പക്ഷെ തുടർച്ചയായി 10 വർഷം LDFന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചു വന്ന ഒരു ഡിവിഷനാണ്. ആ ഡിവിഷൻ പിടിച്ചെടുക്കാനാണ് റോസ്മേരി വിൽസനെ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ, LDFന്റെ കൗൺസിലർമാരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഡിവിഷൻ ബേസിൽ, ഇപ്പൊ നഗരസഭ മൊത്തം നമ്മൾ നോക്കണ്ട, അല്ലെങ്കിൽ സംസ്ഥാനം മൊത്തം നോക്കണ്ട, ഡിവിഷൻ ബേസിൽ വോട്ടർമാരുടെ പ്രതികരണം. ഡിവിഷനിലെ പ്രവർത്തകരാണ് ഈ പറയുന്നത്, വോട്ടർമാരാണ് പറയുന്നത്. ഞങ്ങൾക്ക് ഒരിക്കലും ഇനി അംഗീകരിക്കാൻ പറ്റില്ല ഈ LDFന്റെ ഭരണം. എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്തരണം എന്നുള്ള രീതിയിലാണ് അവരുടെ സംസാരം. കാരണം അവർക്ക് പ്രാദേശികമായിട്ട് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെന്നപ്പോൾ ഒരു കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അവർക്കൊക്കെ അവരുടെ മറ്റുള്ളവർ LDFന്റെ ആളുകളെ കാണുമ്പോൾ തന്നെ ഒരു അവജ്ഞയോടെ അവർ സംസാരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒന്ന് പരിഹരിക്കണം. പിന്നെ കാണകളിലേക്ക് ചെല്ലുമ്പോൾ എല്ലാ കാണകളിലും ചീഞ്ഞളിഞ്ഞ് നാറുന്ന ഒരു സ്ഥിതിവിശേഷം. സ്ട്രീറ്റ് ലൈറ്റുകളില്ല. നമുക്ക് പ്രാദേശികമായി എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുന്നതാണല്ലോ കുടിവെള്ള പ്രശ്നം. നമ്മൾ സ്ട്രീറ്റ് ലൈറ്റ് തെളിയുക, നമ്മുടെ സഞ്ചാരയോഗ്യമായ റോഡ്, കാണകൾ, അതൊക്കെയാണ് അടിസ്ഥാന സൗകര്യമായിട്ട് എല്ലാവരും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ജനങ്ങൾ ആ കൊതുക് ശല്യം, അടിസ്ഥാന സൗകര്യം ഇല്ല എന്നുള്ളതാണ് ഈ ഡിവിഷന്റെ ഇപ്പോഴത്തെ വിഷയം. പിന്നെ കുറെ കാര്യങ്ങൾ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നു, അതിൽ വിഷയമില്ലല്ലോ. നമ്മുടെ പ്രാദേശിക ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ, പിന്നെ ഞങ്ങൾക്ക് പ്രാദേശിക കാര്യങ്ങളിൽ, അതായത് ഇത്തരം പ്രശ്നങ്ങളിൽ വളരെ എന്താ പറയുക, അസഹനീയമായി തന്നെ ആളുകൾ സംസാരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ആദ്യമായിട്ടല്ല റോസ്മേരി വിൽസൺ വരുന്നത്, അതിന് നല്ല പരിശീലനം ലഭിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വോട്ടർമാരെ സമീപിക്കുന്നതിൽ പിന്നെ ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയോ അല്ലെ ആ ഒരു പുതുമുഖ സ്ഥാനാർത്ഥി നേരിടുന്ന പ്രശ്നങ്ങൾ റോസ്മേരി വിൽസൺ ഉണ്ടായില്ല. ഇവിടുത്തെ വോട്ടർമാരുമായിട്ട് വലിയ ബന്ധം ഉള്ള ആളാണ് അല്ലേ? നഗരസഭയുടെ ഏറ്റവും അവസാനത്തെ ഡിവിഷനായ 76-ാം നമ്പർ ഫോർട്ട് കൊച്ചി വെളി ഡിവിഷനിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി റോസ്മേരി വിൽസനാണ് സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇപ്പോഴുള്ളത്. രാവിലെ തന്നെ പ്രവർത്തകരോടൊപ്പം വീട് വീടാന്തരമുള്ള പ്രചരണത്തിലാണ് UDF സ്ഥാനാർത്ഥി റോസ്മേരി വിൽസൺ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഡിവിഷനിലെ പോരായ്മകൾ വോട്ടർമാർ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ടെന്നും താൻ വോട്ടർമാർക്ക് സുപരിചിതയാണെന്നും അതുകൊണ്ട് തന്നെ തികഞ്ഞ വിജയപ്രതീക്ഷയുണ്ടെന്നും റോസ്മേരി വിൽസൺ പറയുന്നു. റോസ്മേരി വിൽസന്റെ വാക്കുകളിലേക്ക്. ഒത്തിരിയേറെ കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. പക്ഷേ ഇന്ന് നമുക്കൊരു എന്താ പറയുന്ന പെട്ടെന്നൊരു തീരുമാനം പറയാൻ പറ്റില്ല. എങ്കിലും എൻ്റെ മനസ്സിലുള്ളത് കാണകൾ ശുദ്ധീകരിക്കുക, അടിസ്ഥാനപരമായ കാര്യങ്ങളെല്ലാം ചെയ്യുക. പിന്നെ ഇവിടെ നിന്ന് നമ്മൾ ഏറ്റവും പ്രധാനമായൊരു പ്രശ്നം, ഫോർട്ട് കൊച്ചി മുതൽ ചെല്ലാനം വരെ ഒരു ബസ് സൗകര്യമില്ല. സ്ത്രീകൾ അവിടെ നിന്ന് സാധാരണ പിന്നെ വീട്ടുജോലിക്കൊക്കെ വരുന്ന സ്ത്രീകളുണ്ട്. അവർക്ക് അവിടെ നിന്ന് വരണമെങ്കിൽ അവിടെ നിന്ന് ബസ് കയറി തോപ്പുംപടിയിൽ ഇറങ്ങി വേറൊരു ബസ് കയറിയൊക്കെ വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അപ്പൊ അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ. എത്രമാത്രം പക്ഷെ നമ്മൾ സർവീസ് അങ്ങനെ ഉണ്ടാവണം. നമ്മുടെ എന്നെ പോലുള്ള സാധാരണ സ്ത്രീകൾക്ക് ഏറ്റവും നല്ല രീതിയിൽ അവരുടെ എന്താ പറയുന്ന അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കത്തക്ക രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കണം. അവരോടൊപ്പം അവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ഉറപ്പായിട്ടും ഞാൻ ചെയ്യും. നഗരസഭയുടെ ഏറ്റവും അവസാനത്തെ ഡിവിഷനാണ് ഇപ്പൊ ഫോർട്ട് കൊച്ചി വെളി. നമ്പറിൽ 76ആണ്. 76 ഡിവിഷനുള്ള ഈ നഗരസഭയിൽ അവസാനത്തെ ഈ ഡിവിഷൻ
പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ UDF രംഗത്തിറക്കിയിരിക്കുന്ന ഒരു പടക്കുതിരയാണ് റോസ്മേരി വിൽസൺ. റോസ്മേരി വിൽസന് അത് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.